നമുക്ക് മത്തിയാണ് കേട്ടോ കിട്ടിയത്. അപ്പോൾ എന്നും ഫ്രൈ ആണല്ലോ, അപ്പോൾ നമുക്കിന്ന് നല്ലൊരു കറി വെച്ചാലോ. നമ്മൾ ഇത്രയും മത്തിയാണ് കറി വെക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാം കൂടെ വേണ്ടല്ലോ, നമുക്ക് ആവശ്യത്തിനുള്ളത് മതിയല്ലോ. അപ്പം ഇത്രയും മത്തി എടുത്ത് നമുക്ക് കറി വെക്കാം. ഇതൊരു വലിയ തക്കാളിയുടെ പകുതിയാണ്, അപ്പോൾ നമുക്ക് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ ഇത് നമ്മുടെ വീട്ടിൽ പിടിച്ച മുളകാണ്. ഇതിന് നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നതെന്ന് അറിയില്ല. ഉണ്ടമുളകെന്നാണ് നമ്മളിവിടെ പറയുന്നത്. ഇതാ ഇത് കണ്ടില്ലേ, ഇതിട്ടാൽ നമ്മുടെ മീനിനൊരു പ്രത്യേകതരം മണമാണ്. നമ്മൾ മീൻ തിളയ്ക്കുമ്പോഴും കഴിക്കാൻ എടുക്കുമ്പോഴൊക്കെ ഒരു വല്ലാത്ത മണമാണ് ഇതിട്ടാൽ. നല്ല ടേസ്റ്റുമാണ്, നല്ല എരിയുണ്ട് ഇതിൽ. അപ്പോൾ നമുക്ക് 2 മുളക് ഇതിനകത്തിട്ട് ചേർത്ത് കൊടുക്കാം. നമ്മൾ മുളക് ഇതിനകത്തേക്ക് ചേർക്കാൻ പോവുകയാണ്. ഒന്ന് 2 പീസാക്കി ഇട്ട് കൊടുക്കാം. നേരെ വലുതാക്കി ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല, ഞാനിതൊന്ന് ചെറുതാക്കി കൊടുക്കുവാണേ. അതെ, ഇത്രയാണ് നമ്മൾ മീൻ കറി വെക്കാനായിട്ട് ചേർത്തിരിക്കുന്നത്. ഇതിനകത്തേക്ക് നമുക്ക് അരപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇവിടെ നമ്മൾ 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതേപോലെ 3 ടീസ്പൂൺ മുളക് പൊടി, അതേപോലെ 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, അതേപോലെ ഒരു വലിയ കഷ്ണം പുളി എടുത്ത് വെച്ചിട്ടുണ്ട്. 4-5 കഷ്ണം ചുവന്നുള്ളി, 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി. അപ്പോൾ എപ്പോഴും മുളക് പൊടിയേക്കാളും കുറഞ്ഞ അളവിൽ മതി മല്ലിപ്പൊടി, അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ആ ചേർപ്പുണ്ടല്ലോ, ഒരു കുത്തുപോലെ, മല്ലിയുടെ കുത്തുപോലെ ഇങ്ങനെ മുമ്പിലോട്ട് നിൽക്കും, അത് നമുക്ക് വേണ്ട. അപ്പോൾ എപ്പോഴും മുളക് പൊടിയേക്കാളും കുറച്ച് താഴ്ന്ന അളവിൽ തന്നെ മല്ലിപ്പൊടി എടുത്താൽ മതി. അപ്പോൾ ഇത്രയാണ് നമുക്ക് മത്തിയുടെ കറി വെക്കാനായിട്ട് നമ്മൾ പോകുന്നത്. ഇത്രയും സാധനങ്ങളാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ, അതുപോലെ മുളക് പൊടി നമ്മൾ കുറച്ച് നേരത്തെ എടുത്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ, അതങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. ഇതെല്ലാം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം കൂടി നമുക്കൊന്ന് അരച്ചെടുക്കണം. വലുതായിട്ട് മൊത്തത്തിൽ നമ്മൾ പുളിശ്ശേരിക്കൊക്കെ അരയ്ക്കുന്നത് പോലെ അങ്ങ് അരച്ചെടുക്കണ്ട, ചെറിയ ഒരു തരിതരിപ്പോടെ നമുക്ക് അരച്ചെടുക്കണം. അതെ, ഇത്രയും സാധനങ്ങളാണ് നമുക്ക്. ഇതെല്ലാം കൂടെ മിക്സിങ് ഞാൻ നേരത്തെ എടുത്ത് വെച്ചിരുന്ന ഇൻഗ്രീഡിയൻസ് ആണ്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് അരച്ചെടുക്കാം നമുക്ക്. നമ്മളിതിൽ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്, അതേപോലെ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് നോക്കിയിട്ട് ആവശ്യത്തിന് മീൻ കറിയിൽ ചേർത്ത് കൊടുക്കാം. എന്നാലും ആദ്യമേ നമ്മൾ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. നമ്മൾ അരപ്പതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. മിക്സിയുടെ ജാറും കൂടെ കഴുകി കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നമുക്ക് അരക്കൊന്ന് പരുവത്തിന് ഉപ്പ് നോക്കി വേണം അടുപ്പിൽ വെക്കാനായിട്ട്. കുറച്ചും കൂടെ ചാറിന് നമുക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോഴേ നമ്മൾ ചാറൊക്കെ വെന്ത് മീനൊക്കെ വെന്ത് ചാറങ്ങ് വറ്റി നല്ല ടേസ്റ്റിൽ വരണം നമുക്ക്. നമ്മൾ ഈ ഒരു പരുവത്തിൽ വെച്ചാണ് നമ്മൾ മീൻ പറ്റിച്ച് മീൻ കറിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഈ ടൈമിൽ നമ്മൾ ഉപ്പ് കറക്റ്റായിട്ട് നമ്മൾ നോക്കണം, ഉപ്പുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കാം. ഞാനിവിടെ കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കണം. വളരെ കുറച്ച് അളവിൽ മതി ഉലുവാപ്പൊടി. നമുക്ക് മിക്സ് ചെയ്തിട്ട് എടുക്കണം. അതേപോലെ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നമ്മൾ മുകൾ ഭാഗം വരെ വെള്ളം നിൽക്കണം. എന്നിട്ട് അത് പറ്റി വേണം ഈ ഒരു പരുവത്തിൽ ചാറ് നമുക്ക് കിട്ടാം. അപ്പോഴേ അതിനകത്ത് മീൻ നമ്മളിട്ട മുളകും തക്കാളിയും എല്ലാം ഒന്ന് സെറ്റായിട്ട് വരുള്ളൂ. നമ്മളത് അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്, അടച്ചു വെക്കുവാണ്. കുറച്ച് നേരം കഴിഞ്ഞ് നമുക്ക് തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇടയ്ക്ക് മത്തിയൊക്കെ തക്കാളിയും മുളകും എല്ലാം പൊങ്ങി വരുന്നത് കാണാം. നമുക്ക് നന്നായി തിളയ്ക്കുന്നുണ്ട്.
കുറച്ചും കൂടെ തിളച്ചത് വറ്റണം, എന്നാലേ അതിൻ്റെ ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഇത് തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇടയ്ക്ക് മത്തിയൊക്കെ തക്കാളിയും മുളകും എല്ലാം പൊങ്ങി വരുന്നത് കാണാം നമുക്ക്. നന്നായി തിളയ്ക്കുന്നുണ്ട്. കുറച്ചും കൂടെ തിളച്ചത് വറ്റണം, എന്നാലേ അതിൻ്റെ ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഇതിപ്പോൾ വറ്റി വന്നിട്ടുണ്ട്, നല്ല ചൂടാണ്. അപ്പോൾ ഇതിൻ്റെ പുക ഇങ്ങനെ മുകളിലേക്ക് അടിച്ചുകൊണ്ടിരിക്കുകയാണ് ക്യാമറയിൽ. അതാണ് ഇങ്ങനെ ഒരു പുകമറ പോലെ തോന്നുന്നത്. വറ്റി വന്നിട്ടുണ്ട്, മീൻകറി വറ്റി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ, നല്ല ടേസ്റ്റാണ്. നമ്മളിപ്പം വെളിച്ചെണ്ണയും കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം അടിപൊളി കറിയാണ്, തണുത്ത് വരുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പം മുളകിൻ്റെയും ഒക്കെ കൂടെ കറിവേപ്പിലയുടെയും വെളിച്ചെണ്ണയും കൂടെ ഒക്കെ ടേസ്റ്റ് ഇതിലിങ്ങനെ വന്ന് നല്ല കറിയാണത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.